ഒട്ടാത്ത സ്ഥലങ്ങളില്ല. എന്റെ പൊന്നുകാലം കൊന്നു കളഞ്ഞത് അവളാണ് കൊന്നത്. എവിടെ പോയാലും ഞാൻ വിളിച്ചു പറയും അവളാണ് കൊന്നത്. എന്റെ മോനെ കൊന്നത് ജീവിക്കാൻ സമ്മതിച്ചില്ല. എന്റെ മോനെ കൊന്നതിന് നീതി കിട്ടണം, അവർക്ക് ശിക്ഷ കിട്ടണം. നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് ശിക്ഷ കിട്ടണം. ഞാൻ ജീവിച്ചിരിക്കും എല്ലാം നീ കണ്ടിരിക്കണം. കണ്ണാൻ എന്നിട്ട് ഞാൻ മരിക്കോളൂ. ഇനി എനിക്ക് ജീവിതമില്ല. എവിടെ വേണമെങ്കിലും ഞാൻ കയറാൻ തയ്യാറില്ല. എന്റെ പൊന്നു പോലെ അത്രയ്ക്ക് നല്ല ഒരു മോനായിരുന്നു. ഒരാരയിച്ചിട്ടൊന്നും പറയില്ല. എന്റെ പൊന്നുമ്മ ഒരു പരാതിയോ ഒന്നിനും ഇടവച്ചിട്ടില്ല. അങ്ങനെയുള്ള മോനെ എവള് കൊന്നു കളഞ്ഞു. എവളാണ് എന്റെ മോനെ കൊന്നത്. കാരണം എന്റെ മോനിക്ക് നീതി കിട്ടണം. നിങ്ങളെ എല്ലാവരും സഹകരണം കൊണ്ട് എന്റെ പൊന്നു മോനിക്ക് നീതി വാങ്ങിച്ചു തരണം. എല്ലാരും ഇതിന് പിന്നോട്ട് ഇറങ്ങി നീതി വാങ്ങിച്ചു തരണം. ഇത് ജൂലൈ 5 നമ്മളെ വിട്ടുപിരിഞ്ഞ വ്യാജ പരാതികളടക്കമുള്ള ഭാര്യയുടെ തെറ്റായ പരാതികളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സുനീറിൻ്റെ ഉമ്മയാണ്. ഭീമ എന്നാണ് പേര്. അപ്പോൾ ഒരുപക്ഷെ ദീപകിൻ്റെ ആത്മഹത്യ കേരളത്തിൽ ഇന്നേവരെ കാണാത്തൊരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിൻ്റെ കുടുംബമാണ്. സുനീറിൻ്റെ പ്രായം 29 വയസ്സാണ്. ഭാര്യയുടെ പരാതിയിലും മറ്റും മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യയിട്ട് ഞങ്ങൾ ഏകദേശം ഒരാഴ്ച DGPയുടെയും പോലീസ് ഓഫീസിലും കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഒരു പരാതി പോലും അവർ എടുക്കാൻ തയ്യാറായത്. ഈ പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ വിളിച്ചത്. മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ പറയേണ്ടതൊന്നും അല്ല അവരവിടെ എഴുതിയെടുക്കണത്. അവർ ഇതനുസരിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ എഴുതിയെടുത്തിട്ട് അത് അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇനി വിട്ടിട്ട് എന്നിട്ട് ഒരു ഇത് മറുപടിയും കിട്ടിയിട്ടില്ല. കേസ് എന്തുകൊണ്ട് എടുക്കാത്തത്? അവൻ്റെ മരണമൊഴി ഉണ്ടല്ലേ, പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായമായിരുന്നു. അപ്പം നമ്മൾ വേറൊരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പം അത് പ്രേരണാ കുറ്റത്തിനല്ല അവർ കേസെടുത്തേക്കുന്ന, സ്വാഭാവിക മരണത്തിനാണ് അവർ കേസെടുത്തേക്കണേന്ന് പറഞ്ഞു. അതങ്ങനെ പറ്റൂല. രണ്ടാമതൊരു പരാതി DGPക്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് പോയി. അവിടെ നിന്ന് വീണ്ടും എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന കണക്കാണെന്നുള്ളത് പറഞ്ഞിട്ട് അത് അവരവിടെ കട്ട് ചെയ്ത് വെച്ച്. എന്നിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ ഞാൻ വിളിച്ച്, എന്തായി സാറേ കേസിൻ്റെ കാര്യം എന്തായി എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ അന്വേഷിക്കണം കേട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. അവളെ 2-3 പ്രാവശ്യം ഞങ്ങൾ പോയിട്ടും അവളെ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. അവളെ ഉപ്പുപ്പായോ മാമായോ വേറെ ഒരു കേസുമായിട്ട് അന്വേഷിക്കേ, അവരെ വീട്ടിൽ പോയി തിരക്കേ, അവരുടെ നാട്ടുകാരടുത്ത് പോയി അന്വേഷിക്കേ ഒന്നും ചെയ്തില്ല. അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് മൊഴിയെടുത്തിട്ട് അയൽവക്കത്തും വന്ന് മൊഴിയെടുത്ത് ഞങ്ങൾ അവളെ കൊന്നണക്കുള്ള മൊഴിയാണ് ചോദിച്ചിട്ട് പോയത്. അപ്പോൾ നമുക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴി അവരെടുത്തിട്ടില്ല. പോയി വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ അന്വേഷിക്കണം? മൊബൈലിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ അത് താമസിക്കും. ഈ സീനിയാരിറ്റി അനുസരിച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇത്രയും ദിവസമായിട്ട് സീനിയാരിറ്റി ആയില്ലേ സാറേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇനിയും താമസിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ചോദിച്ചു പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം. അത് അപ്പോഴാണ് പറയണം അത് അങ്ങനെയൊന്നും കേസെടുക്കാൻ പറ്റൂല. അതൊരു തെളിവല്ല. ഈ മരണമൊഴി ഉണ്ടല്ലേ, മരണമൊഴിയും തെളിവല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് പെട്ടെന്ന് കേസെടുക്കാൻ പറ്റൂല. അതായത് ഒരു പെണ്ണിന് വേണ്ടിയാണ് അവരവിടെ സംസാരിച്ചത്. എൻ്റെ മോനെ കൊന്നിട്ട് അവളാണ് എൻ്റെ മോനെ കൊന്നത്. എൻ്റെ മോനെ മനഃപൂർവ്വം അവൾ കൊന്നതാണ് സ്വത്തിന് വേണ്ടി. എൻ്റെ മോനെ കൊന്നിട്ട് അവൾ വീണ്ടും ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ഞാൻ നഷ്ടപരിഹാരം, എൻ്റെ മോനെ കൊന്നതിന് എനിക്ക് നഷ്ടപരിഹാരം തരാനുള്ളതിന് ഞാൻ അവൾക്ക് കൊടുക്കണമെന്ന് 26 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എനിക്ക് കിടക്കാടും പോലും ഇല്ല. എൻ്റെ മോനാണ് എന്നെ സംരക്ഷിച്ചുകൊണ്ട് പോയത്. 10 മാസം തോന്നി പ്രസവിച്ച് 29 വർഷം ഞാൻ മോനെ വളർത്തി എന്നെ സംരക്ഷിച്ച മോനാണ്. എൻ്റെ മോൻ 2 വർഷം കൊണ്ടൊരു പെണ്ണിനെ സ്നേഹിച്ചതല്ലേ. വേണ്ടമ്മ പറ്റൂല അമ്മ വേറെ നോക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് കെട്ടിച്ചു കൊടുത്ത് 3ന്റെ അന്നോട്ട് അവനെ പീഡനമായിരുന്നു. അവനിക്ക് നിരന്തരം പീഡനമായിരുന്നു. അവനെ ഒരുപാട് ഉപദ്രവിക്കുക എല്ലാം ചെയ്ത്. പക്ഷെ അവസാനം കോടതിയിലല്ല അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോലെ
ഇവിടെ പഞ്ചൂര് ഞാൻ പോയി ജില്ലാ കമ്മീഷനിൽ ആ ജഡ്ജിയെ കാണാൻ പോയി, ഒരു പരാതിയായിട്ട് പോയി. എൻ്റെ മോൻ മരിച്ചിട്ട് ഇത്രയും മാസമായി സാറേ, കേസെടുത്തിട്ടില്ല. ഇന്ന് വരെ അവർ കേസെടുത്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവിടെ നിന്ന് ജഡ്ജി ഒരു അഡ്വക്കേറ്റിനെ വെച്ച് ചെന്ന് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പോകുന്നുണ്ട് എൻ്റെ അടുത്ത് പറയല്ലേ, അങ്ങനെ കേസെടുക്കാൻ പറ്റൂല, അതൊരു തെളിവല്ല എൻ്റെ അടുത്ത് പറയണ. എന്തുകൊണ്ട് തെളിവല്ല? എൻ്റെ മോൻ ഇത് എല്ലാ കാര്യങ്ങളും നടന്ന സംഭവം മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ എന്തുകൊണ്ട് കേസെടുത്തൂടാ? അതങ്ങനെ എടുക്കാൻ പറ്റൂല, അങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് എന്നെ വേദനിപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ട്. പിന്നീട് അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ അടുത്ത് പറയണേ, അതെ മരിക്കാനുള്ളത് മരിച്ചവൻ തിരിച്ചു വരൂല. ആ അഡ്വക്കേറ്റ് പറയണേ എൻ്റെ അടുത്ത്. ഞാൻ ചെന്ന് കയറി പറഞ്ഞു, ഇനി ഇതിൽ കേസ് എടുക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ച് ഇനി വിട്ടിട്ട് വീണ്ടും ഞാൻ സ്റ്റേഷനിൽ വിളിച്ചവൻ പറഞ്ഞ് തെളിവൊന്നും ആയില്ല, ഇനിയും താമസിക്കും, മൊഴിയെടുക്കാൻ തെളിവായില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്കിതാണ് മറുപടി. പക്ഷെ അവൾ എൻ്റെ കാണിച്ചത് ദുനിയാവിലൊരു പെമ്പിള്ളേരും കാണിക്കൂല, തള്ളയും അവരാളുകളെല്ലാം കൂടെ ചേർന്ന് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുകയാണ് ചെയ്യണത്. അത് ചെയ്യാൻ പാടില്ല, ഒരു മക്കൾക്കും ഇങ്ങനത്തെ അവസ്ഥ വരാൻ പാടില്ല. അതായത് ദീപകിന്റെ കേസ് പോലെ ദീപകിന് മരണമൊഴിയില്ല. ദീപകിന് രാത്രി ഇത് കാരണമാണ് സംഭവിച്ചെന്ന് മരണമൊഴിയില്ല. പക്ഷെ നമുക്കെല്ലാം അറിയാം അതുകൊണ്ടാണ്. അതുകൊണ്ട് നേരിട്ട് തെളിയിക്കാൻ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും. സുനീറിന്റെ കേസിൽ അതേപോലല്ല. സുനീറിന്റെ മരണമൊഴിയുണ്ട്, സുനീറിന്റെ മൊബൈലിൽ സംസാരിച്ചതിന് തെളിവുണ്ട്. 2:45 എൻ്റെ ഓർമ്മയിൽ രാത്രി വരെ സംസാരിച്ചതിനുണ്ട്. പക്ഷേ പോലീസുകാരടക്കം ഇത് ചെയ്യുന്നില്ല. അപ്പൊ അപ്പുറത്തെ പെൺകുട്ടി ഇവരുടെ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, ഇവരെ ഒന്ന് പേടിപ്പിക്കാനും ഹരാസ് ചെയ്യാനും 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് ഇവർക്ക് കേസ് കൊടുത്തു. കേസ് കൊടുക്കുക മാത്രമല്ല, സ്ത്രീയാണ് കേസ് കൊടുത്തുകൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു, വണ്ടി അറ്റാച്ച് ചെയ്തു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത് അറിയുന്നില്ലെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആ പെൺകുട്ടിക്ക് നേരെ പരാതി കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് പരാതി കൊടുത്തപ്പോൾ അതിൽ ആക്ഷനുണ്ട്. ഇവരെന്ത് ചെയ്യാനാ? വേറെ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ 7 മാസമായി.